58 അടി ഉയരമുള്ള ശിവപ്രതിമയും കടൽ തീരവും ചേർന്ന ആഴിമല കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. ബീച്ച് സീരീസിന്റെ 7ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റ് വീഡിയോസ് കാണാത്തവർക്ക് ബീച്ച് സീരീസ് പ്ലേലിസ്റ്റ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ യാത്ര കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പൂവാർ ഗോൾഡൻ സാൻഡ് ബീച്ചിൽ നിന്ന് ആഴിമലയിലേക്കാണ്. ഈ കാണുന്നത് പൂവാറിൽ നിന്നും ആഴിമല പോകുന്ന വഴിയിലെ ഉൾക്കാഴ്ചകളാണ്. പൂവാറിൽ നിന്ന് തീരദേശ റൂട്ടിലൂടെ ആഴിമല പോകുമ്പോൾ പൊഴിയൂർ, കോട്ടുകാൽ, ചൊവ്വര എന്നിവ കടന്നാണ് എത്തുന്നത്. കടലിനോട് ചേർന്നുള്ള ഈ യാത്രയിൽ മനോഹരമായ തീരദേശ ഗ്രാമങ്ങളും മത്സ്യബന്ധന മേഖലകളും കാണാൻ സാധിക്കും. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ആഴിമല പോകാൻ നേമം, ബാലരാമപുരം, വിഴിഞ്ഞം, ചൊവ്വര വഴി പോകാം. ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. ആഴിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശിവപ്രതിമയാണ്. ഏകദേശം 58 അടി ഉയരമുള്ള ഈ പ്രതിമ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ശിവപ്രതിമകളിൽ ഒന്നാണ്. അറബിക്കടലിനെ അഭിമുഖമായി നിൽക്കുന്ന ഈ പ്രതിമയും അതിനോട് ചേർന്നുള്ള ആഴിമല ശിവക്ഷേത്രവും ഇവിടേക്ക് നിരവധി സന്ദർശകരെ ആകർഷിക്കുന്നു. കടൽ തീരവും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണിത്. സൂര്യാസ്തമയ സമയത്ത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. കടലിൽ നിന്ന് വീശിയെത്തുന്ന കാറ്റും തിരമാലകളുടെ ശബ്ദവും സ്ഥലത്തിന് പ്രത്യേകമായൊരു അന്തരീക്ഷം നൽകുന്നു. ഫോട്ടോഗ്രാഫിക്കും കുടുംബസമേത സമയം ചിലവഴിക്കാനുമായി നിരവധി ആളുകൾ ഇവിടെ എത്താറുണ്ട്. കടൽ കാഴ്ചയും ശിവപ്രതിമയും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നതാണ് ആഴിമലയുടെ മറ്റൊരു പ്രത്യേകത. ആഴിമലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി പെയ്ഡ് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും പ്രത്യേക പാർക്കിംഗ് ഏരിയകൾ ഒരുക്കിയിട്ടുണ്ട്. ആഴിമലയിലെ മറ്റൊരു പ്രത്യേകതയാണ് പാണ്ഡവൻകുളം അഥവാ പാണ്ഡവ തീർത്ഥം. പ്രാദേശിക വിശ്വാസപ്രകാരം വനവാസകാലത്ത് പാണ്ഡവരും ദ്രൗപദിയും ഈ പ്രദേശത്ത് എത്തിയപ്പോൾ ദ്രൗപദിക്ക് ദാഹമുണ്ടായി. അപ്പോൾ ഭീമൻ തന്റെ ഗദയോ കാൽമുട്ടോ കൊണ്ട് പാറയിൽ ഇടിച്ച് വെള്ളം പുറത്തെടുത്തുവെന്നാണ് അറിയപ്പെടുന്നത്. ആ ഉറവയിൽ നിന്നാണ് പിന്നീട് പാണ്ഡവൻകുളം രൂപപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ആ ശുദ്ധജല ഉറവയും ഭീമന്റെ പാദമുദ്രകളെന്ന് കരുതപ്പെടുന്ന അടയാളങ്ങളും ഇവിടെ കാണാം. പാണ്ഡവ തീർത്ഥത്തിലൂടെ മുന്നോട്ട് പോയാൽ നിരവധി ഫുഡ് സ്പോട്ടുകൾ കാണാം. കഴിഞ്ഞ ബീച്ചുകളിലെ പോലെ തന്നെ ഇവിടെയും കുതിര സവാരിയും ഒട്ടക സവാരിയും എല്ലാം കാണാം.
ശിവശക്തി തത്വങ്ങളെ ആസ്പദമാക്കി പാറക്കെട്ടുകൾക്കടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഗുഹാക്ഷേത്രമാണ് ഇവിടത്തെ മറ്റൊരു പ്രധാന ആകർഷണം. ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള ശില്പങ്ങളും ദേവരൂപങ്ങളും കാണാം. പ്രകാശവും ശില്പങ്ങളും ചേർന്ന് സൃഷ്ടിക്കുന്ന അന്തരീക്ഷം ഒരു ദൈവിക അനുഭവം സമ്മാനിക്കുന്നു. ഭൂമിക്കടിയിലെ ക്ഷേത്രം പോലുള്ള ഈ നിർമ്മിതി കേരളത്തിലെ അപൂർവമായ ആത്മീയ കലാസൃഷ്ടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആഴിമല ഗുഹാക്ഷേത്രം സന്ദർശിക്കുന്നതിനുള്ള പ്രവേശന ഫീസ് നിലവിൽ ഒരാൾക്ക് 100 രൂപയാണ്. ഇത് ഗുഹാശില്പങ്ങൾ പരിപാലിക്കുന്നതിനും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമായി ഉപയോഗിക്കുന്നു. ഗുഹയ്ക്കുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതിനാൽ ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ സാധിച്ചില്ല. പ്രകൃതിയുടെ സൗന്ദര്യവും ആത്മീയതയും കലയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഴിമല ഗുഹാക്ഷേത്രം തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾ ഇതുവരെ ആഴിമല സന്ദർശിച്ചിട്ടില്ലെങ്കിൽ അടുത്ത യാത്രയുടെ ലിസ്റ്റിൽ ഇതും ഒന്ന് ചേർത്ത് നോക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വിഴിഞ്ഞം വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്.